തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് തരംഗമായി മാറിയ നായിക നടിയാണ് മാധവി. ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ മാധവിക്ക് കഴിഞ്ഞു. ഒരു വടക്കൻ വീരഗാഥ, ആകാശദൂത് തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച മാധവി വിവാഹശേഷമാണ് അഭിനയ രംഗത്ത് നിന്നും മാറി നിന്നത്. 1000 നാവുള്ള അനന്തനാണ് മാധവി അവസാനമായി അഭിനയിച്ച സിനിമ. ഇന്ന് ഭർത്താവിനൊപ്പം വിദേശത്ത് കുടുംബജീവിതം നയിക്കുകയാണ് മാധവി. അഭിനയ രംഗത്ത് നിന്നും മാറി നിന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും മാധവിയെ മറക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല. മാധവിയുടെ കരിയറിൽ ഏറ്റവും അടുത്തു പറയുന്ന സിനിമ 1993 പുറത്തിറങ്ങിയ ആകാശദൂതാണ്. ഇന്നും ഈ സിനിമ പ്രേക്ഷകരുടെ കണ്ണു നനയിക്കും. ആകാശദൂതിനെ പോലെ പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ച മലയാള സിനിമകൾ ചുരുക്കമാണ്. തിയേറ്ററിൽ 365 ദിവസമാണ് ആകാശദൂത് പ്രദർശിപ്പിച്ചത്. മറ്റു പല ഭാഷകളിലേക്കും ആകാശദൂത് റീമേക്ക് ചെയ്യപ്പെടുകയുണ്ടായി. നായകനേക്കാളും നായികയ്ക്ക് പ്രാധാന്യമുള്ള സിനിമയാണ് ആകാശദൂത്. പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ മാധവി ആനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരമാണ് മാധവിക്ക് ലഭിച്ചത്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ പ്രകടനത്തിന് നടി ശോഭനയാണ് ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത്. അത്യുഗ്രൻ പ്രകടനം ശോഭന സിനിമയിൽ കാഴ്ചവെച്ചതിനാൽ ഈ അവാർഡ് നിർണയത്തിൽ ആർക്കും ആക്ഷേപമുണ്ടായില്ല. അതേസമയം രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം വാങ്ങാൻ മാധവി എത്തിയിരുന്നില്ല. ഷൂട്ടിംഗ് തിരക്കുകളുണ്ടെന്ന് പറഞ്ഞാണ് നടി അവാർഡ് ദാന ചടങ്ങിൽ നിന്ന് മാറി നിന്നത്. ഒരുപക്ഷെ മണിച്ചിത്രത്താഴ് എന്ന സിനിമ മത്സരത്തിൽ ഇല്ലായിരുന്നെങ്കിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം മാധവിക്ക് ലഭിച്ചേനെ. ആ വർഷത്തെ ദേശീയ പുരസ്കാരവും ശോഭനയ്ക്കാണ് ലഭിച്ചത്. ആന്ധ്രാപ്രദേശുകാരിയാണ് മാധവി. കൂടുതലും മലയാളത്തിലാണ് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ മാധവിക്ക് ലഭിച്ചത്. 20 വർഷക്കാലം സിനിമാ രംഗത്ത് സജീവമായിരുന്ന മാധവി 1996 വിവാഹിതയാകുന്നത്. ബിസിനസ്സുകാരനായ റാൾഫ് ശർമ്മയാണ് മാധവിയുടെ ഭർത്താവ്. 3 പെൺമക്കളും ദമ്പതികൾക്കുണ്ട്. അമേരിക്കയിൽ ന്യൂജേഴ്സിയിലാണ് മാധവിയും കുടുംബവും കഴിയുന്നത്. സോഷ്യൽ മീഡിയയിൽ കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോ ഇടയ്ക്ക് നടി പങ്കുവെക്കാറുണ്ട്.